സാഹചര്യങ്ങളെല്ലാം അനുകൂലമാവുമ്പോഴേ വിശ്വാസം പറയാനും വിശ്വാസിയാന്ന് പറയാനും നമുക്ക് ഏറെ ഇഷ്ടമാണ്. എന്നാൽ സാഹചര്യം പ്രതികൂലം ആയി മാറുമ്പോൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പ്രയാസമാണ്. വിശ്വാസിയാണെന്ന് പറയാൻ പോലും നമ്മൾ ലജ്ജിക്കുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഒരു വിശ്വാസി വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും വിശ്വാസം പറഞ്ഞ് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുക. കാരണം എന്താണെന്നറിയോ? നാം പറയുന്ന വാക്കുകളെ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ ദൈവം കാത്തിരിക്കുക. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ 276 പേർ ഒരുമിച്ചൊരു കപ്പലിൽ യാത്ര ചെയ്തു. കപ്പൽ പ്രതികൂലത്തിലേക്ക് വീണപ്പോൾ 275 പേരും പറഞ്ഞു, ഞങ്ങൾ മരിക്കും, ഞങ്ങളുടെ ജീവൻ ഇതോടുകൂടെ ഇവിടെ അസ്തമിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു ദൈവ പൈതൽ, ഒരു അഭിഷക്തൻ, അവൻ മാത്രം പറഞ്ഞു, ഇല്ല, കപ്പൽ നശിക്കുമായിരിക്കും, നിങ്ങളുടെ പ്രാണന് നഷ്ടം വരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ചോദ്യം, 275 പേരും കണ്ട അതേ കാഴ്ചയല്ലേ പൗലോസും കണ്ടത്? എന്തുകൊണ്ട് അവൻ വിശ്വാസം പറഞ്ഞു? പ്രതികൂലത്തിൽ തള്ളിപ്പറയാനുള്ളതല്ല വിശ്വാസം, പ്രതികൂലത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് വിശ്വാസം. അങ്ങനെ ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്തിരിക്കും. അതെ, പൗലോസിനു വേണ്ടി പ്രവർത്തിച്ചതുപോലെ നീ ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ നീ വിളിച്ചു പറയുന്ന വാക്കുകൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവന്നു തരും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.